السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وآل كل والصحابة أجمعين أما بعد. പ്രാർത്ഥനയുടെ നാളുകളാണ് പരിശുദ്ധ റമളാൻ. അള്ളാഹുവിലേക്ക് കരഞ്ഞു പറയാൻ പറ്റിയ നല്ല സുവർണ അവസരങ്ങൾ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വഇമാദുദ്ദീൻ. പ്രാർത്ഥന എന്നുള്ളത് വിശ്വാസിയുടെ ഒരു ആയുധമാണ്, ദീനിൻ്റെ ഒരു നെടും തൂണാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയുധമാകുമ്പോൾ അത് മൂർച്ചയുള്ളതാകണം, അത് ഉപയോഗിക്കുന്ന ആൾ ശക്തവാനുമാകണം. അപ്പോൾ നല്ല മൂർച്ചയുള്ള ദുആകൾ അത് ഫലം ചെയ്യും. ഉപയോഗിക്കുന്ന ആൾ നല്ല ശക്തവാൻ അഥവാ ആത്മീയമായി ഉന്നതിയിലുള്ള ആളായാൽ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയായാൽ അതിന് വലിയ ഫലമുണ്ടാകും. ആ സിലാഹുൽ മുഅ്മിൻ, ആയുധമാണ് വിശ്വാസിയുടേത് എന്ന് ഉപമിച്ച ഉപമ വളരെ ഫിറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് ചോദിച്ചു മടങ്ങണം. പരിശുദ്ധ റമളാനിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയതിൻ്റെ തൊട്ടു പിറകെയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലീ വൽയുഅ്മിനൂ ബി. എന്തൊരു വാക്കാണത്! എന്നെക്കുറിച്ച് എൻ്റെ അടിമ ചോദിച്ചാൽ ഞാൻ വളരെ അടുത്ത ആളാണ് എന്ന് പറഞ്ഞോളൂ. എന്നോട് എൻ്റെ അടിമ ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ഉദ്ഉനി അസ്തജിബ് ലക്കും. തീർച്ചപ്പെടുത്തി പറയുന്നൊരു വാക്ക്. എന്നോട് തേടിക്കോ, ഞാൻ തരാം. പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് അനിഷ്ടമായിരിക്കാം. ചോദ്യങ്ങൾ ഇങ്ങനെ വരിക, എപ്പോഴും വീട്ടിൽ ആൾ വരിക, എപ്പോഴും ഈ പിരിവേര് തന്നെയാണ്, യാചകരെ കൊണ്ട് സഹിക്കാൻ കഴിയണില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാചിക്കുന്നത് ഒരിക്കലും അനിഷ്ടമല്ല, ഇഷ്ടമാണ്. എത്രയാണോ ചോദിക്കുന്നത് അത്രയും അള്ളാഹു ഇഷ്ടപ്പെടും അവനെ എന്നാണ്. മാത്രമല്ല, കീർത്തിച്ച് ചോദിക്കുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. തരണം റബ്ബേ, നീയല്ലാതെ എനിക്ക് വേറെ ആരും നൽകാനില്ല, നിന്നോട് മാത്രമേ എനിക്ക് തേടാനുള്ളൂ, നിൻ്റെ വാതിലല്ലാതെ വേറെ വാതിൽ മുട്ടാനില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ മാത്രമായി തവക്കുലാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ. നീ തരാതെന്നാൽ ഞാൻ എവിടെയും ചെല്ലാനില്ല, വേറെ ഇടമില്ല എന്ന് പറഞ്ഞുള്ള വാക്കുകളുണ്ടല്ലോ, അത് അള്ളാഹുവിന് പെരുത്ത ഇഷ്ടമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദുആ ചെയ്യാൻ അവസരം ലഭിക്കാത്തവനാണ് ഏറ്റവും വലിയ അശക്തൻ, നിർഭാഗ്യവാൻ. ഇന്ന അജസന്നാസി മൻ അജസ ബിദ്ദുആ എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അശക്തൻ അവനാണ്, പ്രാർത്ഥിക്കാൻ തൗഫീഖ് ലഭിക്കാത്തവൻ, അവസരം ലഭിക്കാത്തവൻ. എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല നല്ല സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട്, ചില സമയങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, ചില ആളുകളുണ്ട്. ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ കുറിക്കുകൊള്ളൽ. നല്ല നല്ല സമയങ്ങളാണ് നമ്മളിവിടെ കടന്നു പോകുന്നത്. പരിശുദ്ധ റമളാനല്ലേ, എല്ലാ രാവും പകലും ഇജാബത്തുള്ള ഉത്തരം കിട്ടുന്ന സമയമാണ്. പരിശുദ്ധ റമളാനിൻ്റെ ഓരോ രാവും ഓരോ പകലും ഓരോ സെക്കൻഡും വലിയ പ്രതീക്ഷയോടുകൂടെയാണ് കടന്നു പോകുന്നത്. കാരണം വയറ് കാലിയായ പകലാണ്, രാത്രി നിന്ന് നിസ്കരിച്ചും ഖുർആനോദിയുമുള്ള രാവുകളാണ്. അള്ളാഹുവിലേക്ക് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് തേടുന്നതിന് വലിയ ഉത്തരമാണ്. നന്മകൾ മുമ്പിൽ വെച്ചുകൊണ്ട് തേടുന്നത്, നിസ്കാരം കൊണ്ട് തേടുന്നത്, അത് വലിയ പ്രതീക്ഷയുള്ളതാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. ഖുർആൻ പറഞ്ഞല്ലോ, നിസ്കാരം കൊണ്ട് ക്ഷമ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് തേടിക്കോ, അതിന് വലിയ ഉത്തരം കിട്ടും എന്നാണ്. അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾ തേടുന്നത് അത് വലിയ ഇജാബത്തുള്ള മറ്റൊന്നാണ്. വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് വയസീദുഹും മിൻ ഫദ്ലിഹി. അള്ളാഹു പറയുന്നുണ്ട്, വിശ്വാസികൾ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവർ തേടുമ്പോൾ അള്ളാഹുവിന് വലിയ ഉത്തരം നൽകാൻ കഴിയും. മഹാനായ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം അംർ ഇബ്നുൽ ലൈസ് എന്ന ഭരണാധികാരിയുടെ ഭരണകാലം, ആ കാലത്ത് ജീവിച്ച മഹാനാണ് സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു.
അംർ ഇബ്നുൽ ലൈസിന് വല്ലാത്ത ഒരു രോഗം പിടിപെട്ടു. രോഗം പല നിലക്കും ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല. എല്ലാ ഡോക്ടർമാരും വന്ന് പരിശോധിച്ചു. രാജാവല്ലേ, എന്തെല്ലാം ഫെസിലിറ്റികൾ ഉണ്ടാകും. പക്ഷേ ഡോക്ടർമാർ മുഴുവനും കൈമടക്കി. അവസാനം സഹ്ലു തുസ്തരിയുടെ അടുക്കൽ, വലിയ മഹാനാണ്, പണ്ഡിതനാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന വലിയ ആളാണ്, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. പലപ്പോഴും നമ്മൾ അവസാനമാണല്ലോ പ്രാർത്ഥന, ഇനി നിങ്ങൾ ദൈവത്തോട് ചോദിച്ചോളൂ എന്നൊക്കെ പറയുന്ന സാഹചര്യമാണല്ലോ നമ്മൾ ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാറുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. ആദ്യം തന്നെ എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ച് കൈമലർത്തി തേടി തവക്കുലാക്കിയിട്ടാണ് എല്ലാ മരുന്നുകളും അത് രോഗശമനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്. പോകട്ടെ, പറഞ്ഞു വന്നത്, സഹ്ലു തുസ്തരി ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു, ഞാൻ തേടാം, പക്ഷേ നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, നിങ്ങൾ സൽക്കർമ്മിയാകേണ്ടതുണ്ട്, എന്നാലേ ഞാൻ ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഫലിക്കുകയുള്ളൂ. ഒരുപാട് ആളുകളെ അന്യായമായി തുറങ്കിലടച്ചിട്ടുണ്ട്, അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാലേ ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്താൽ ദുആ ഫലിക്കുകയുള്ളൂ. പറഞ്ഞപ്പോൾ അംർ അതനുസരിക്കുന്നു. എല്ലാ നിരപരാധികളെയും ജയിലിൽ നിന്ന് വിട്ടയക്കുന്നു. സഹ്ലു തുസ്തരി ദുആ ചെയ്യുന്നു, രോഗം ശിഫയാകുന്നു. അത്ഭുതം! സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ദുആഇന് ഉത്തരമുണ്ട് എന്ന് പറയാനാണ് ഈ സംഭവം ഇവിടെ വിവരിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നല്ല മനുഷ്യർ ദുആ ചെയ്യുക, നല്ല സാഹചര്യങ്ങളിൽ ദുആ ചെയ്യുക. നല്ല മനുഷ്യർ എന്ന് പറഞ്ഞവരിൽപ്പെട്ടവരാണ് മാതാപിതാക്കൾ. മാതാപിതാക്കളുടെ ദുആ വല്ലാത്ത ഫലം ചെയ്യും. അവരുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് വരെ പറഞ്ഞല്ലോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരപരാധികളുടെ ദുആഇന് വലിയ ഫലമാണ്. അക്രമകാരികളുടെ ദുആ നല്ലോണം പേടിക്കേണ്ടതാണ്. നമ്മൾ ആരുടെയും മനസ്സിനെ നോവിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയരുത്. നമ്മുടെ പ്രവർത്തനം കൊണ്ടോ വാക്കുകൊണ്ടോ ആരെങ്കിലും മനസ്സ് വേദനിച്ചാൽ, അവരൊന്ന് നമുക്കെതിരായി ദുആ ചെയ്തു പോയാൽ അത് ഉടനടി ഫലം കാണും. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്രക്കാരൻ്റെ ദുആഇന് ഉത്തരമുണ്ട്. യാത്രക്കൊരുങ്ങിയ ആളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്താണ്. അവരോട് നമ്മൾ ദുആ ചെയ്യാൻ പറയണം. യാത്ര പോകുന്നവരുണ്ടാവും വിദേശത്തേക്ക്, ഹജ്ജിന്, ഉംറക്ക്, മറ്റു കർമ്മങ്ങൾക്കെല്ലാം. അവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം വസിയ്യത്ത് ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിയ സമയത്തും അവരോട് ദുആ ചെയ്യിപ്പിക്കുക. പ്രാർത്ഥനയുടെ മുന്നേ ദുആ ചെയ്യേണ്ട ദുആകളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ശീലിക്കുകയും പഠിക്കുകയും ചെയ്യുക. പാതിരാത്രി നല്ല ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നമ്മൾ സമയങ്ങളെ പരിഗണിക്കണമെന്ന് പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ഒന്നാണ് പാതിരാത്രി, ജൗഫുൽ ലൈൽ. അത് വലിയ ഉത്തരം കിട്ടുന്നൊരു സമയം. പ്രത്യേകിച്ച് നമുക്ക് ഈ നോമ്പുകാലത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവരാണ് നമ്മളൊക്കെ. അത്താഴ സമയത്ത് നമ്മൾ എണീക്കും. അത്താഴ സമയം അത് ഏറ്റവും ബറക്കത്തിറങ്ങുന്ന സമയമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയമാണ്. ആ സമയം വലിയ ഇജാബത്തുള്ള സമയം, സ്വാലിഹീങ്ങൾ ഉണരുന്ന സമയം, പിഞ്ചു മക്കൾ ഉണരുന്ന സമയം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, മുലപ്പാൽ കുടിക്കുന്ന മക്കൾ ഉണരും. ആ സമയത്തൊന്ന് ഉത്തരം കിട്ടുന്ന സമയമാണ്. നമ്മൾ അത്താഴം കഴിക്കണം. അത് വലിയ സുന്നത്തായ കാര്യമാണ്. അത്താഴം ആരും മുടക്കരുത്. അത്താഴ ഭക്ഷണം കഴിക്കുന്നത് അത് ഒരുപാട് ഗുണങ്ങൾ ശരീരത്തിന് ഉണ്ടാക്കുന്നുണ്ട്. കൂട്ടത്തിൽ ആ സമയത്ത് നമുക്ക് എണീറ്റാൽ 2 റക്അത്തെങ്കിലും നിസ്കരിച്ചിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈമലർത്താൻ പറ്റിയ നല്ല ഒരു സമയമാണ്. വാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയമാണ് മറ്റൊന്ന്. പള്ളികളിൽ നിന്ന് വാങ്ക് മുഴങ്ങും. അത് കഴിഞ്ഞിട്ടൊരു ദുആ ഉണ്ട്, വലിയ ഇജാബത്തുള്ള ദുആയാണ്, പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് തുടങ്ങുന്ന ദുആ ഉണ്ടല്ലോ, വലിയ ഫലമുള്ള സമയമാണ്. നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം, പുരുഷന്മാർ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, അത് വല്ലാത്ത ഉത്തരം കിട്ടുന്ന സമയമാണ്. അള്ളാഹുവിലേക്ക് തേടിയാൽ നമുക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ്. ഖുതുബകൾക്കിടയിൽ, 2 ഖുതുബൻ്റെ ഇടയിൽ ഇമാം ഖത്തീബ് ഒന്ന് ഇരിക്കും. ആ ഇരിക്കുന്ന സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വലിയ ഉത്തരമാണ്. അത്തഹിയാത്ത് ദുആഇൻ്റെ ഒരു സമയമുണ്ട്, അവസാന സമയം. ദുആക്ക് വലിയ ഉത്തരമുള്ള സമയമാണ്. അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ടുള്ള ദുആ, അസ്മാഉൽ ഹുസ്ന നമ്മൾ പറയും. അത് പഠിച്ചു വെക്കൽ വലിയ പുണ്യമുള്ളതാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. പരിശുദ്ധമായ ഖുർആൻ തന്നെ നിങ്ങൾ ദുആ ചെയ്തോ, എൻ്റെ പേരുച്ചരിച്ച്, അത് നിങ്ങൾക്ക് ദുആക്കുള്ളതാണെന്ന് തന്നെ വ്യക്തമാക്കി പറഞ്ഞ ഒന്നാണ് അസ്മാഉൽ ഹുസ്ന. അങ്ങനെ നല്ല നല്ല മഹാന്മാരുടെ പേരുച്ചരിച്ച്, അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ച്
സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടുള്ള ദുആഇന് വലിയ പ്രതിഫലമുണ്ട്, ഉത്തരമുണ്ട്. മഴ പെയ്യുന്ന സമയം, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു ഹദീസിൽ കോഴി കൂവുന്ന സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട് എന്ന്. കോഴി കൂവുന്ന സമയം അത് മലക്കിനെ കാണുന്നു എന്ന്. എന്നാൽ കഴുതയുടെ കരച്ചിലിൻ്റെ ശബ്ദം അതില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ കോഴി കൂവുന്ന ശബ്ദം ഉള്ള സമയം, കോഴി കൂവുന്ന സമയം അത് ദുആക്ക് വലിയ ഉത്തരമുള്ള സമയമാണ്, നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ, ഖത്മ് തീർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ദുആക്ക് ഉത്തരം കിട്ടുന്ന വലിയ വലിയ സമയങ്ങളാണ്. രോഗിയുടെ ദുആ അത് വലിയ ഇജാബത്തുള്ള സമയമാണ്. ഇത്തരം നല്ല നല്ല ഘട്ടങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മറ്റൊന്നാണ് പ്രാർത്ഥനയുടെ മുന്നേ അൽഹംദുലില്ലാ എന്നുള്ള ഹംദ് പറയുക. ഏത് ദുആ നമ്മൾ ആരംഭിക്കുമ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ദുആ ചെയ്യണം. അതിലേറ്റവും നല്ല ഹംദാണ് നമ്മൾ സാധാരണ ചൊല്ലാറുള്ള അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ എന്നുള്ളത്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞതാണ്, എല്ലാ ദിവസവും നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഈ ഹംദ് 3 തവണ പറയണമെന്ന്. നമുക്കും അതൊരു ശീലമാക്കാം. രാവിലെയും വൈകുന്നേരവും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ എന്ന ഹംദ് വല്ലാത്ത ഒരു അർത്ഥമുള്ള ദുആയാണ്. നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. സ്വലാത്ത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് തുടക്കത്തിലും ഒടുക്കത്തിലും കൊണ്ടുവരിക. ഇതൊക്കെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്ന ഒന്നാണ്. പിന്നെ ഒന്ന്, നമ്മുടെ വസ്ത്രവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ പാർപ്പിടവും എല്ലാം നിഷിദ്ധമായതിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെട്ടതായിരിക്കണം. ഹറാമ് കലർന്നതാകരുത് എന്ന് ചുരുക്കം. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, മത്അമുഹു ഹറാം വ മൽബസുഹു ഹറാം. എല്ലാം ഹറാമാക്കിയിട്ട് എവിടുന്നാ പിന്നെ ഉത്തരം കിട്ടൽ? എവിടുന്നാ പിന്നെ ഓൻ കൈമലർത്തിയിട്ട് ഇജാബത്ത് കിട്ടൽ എന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യങ്ങൾ മുഴുവനും എണ്ണിപ്പറയാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈ സമയം. എല്ലാ പോരായ്മകളിൽ നിന്നും മാറി നിന്ന്, ഹറാമിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്ന്, പിണക്കങ്ങളൊക്കെ തീർത്ത്, കുടുംബ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിച്ച് അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക. എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ദുനിയാവിൻ്റെ ആവശ്യങ്ങളുണ്ട്, ആഖിറത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്, എല്ലാം ഒരു ലിസ്റ്റായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് കരഞ്ഞ് ചോദിക്കാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ്. പാഴാക്കി കളയരുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.